പറഞ്ഞോ. Write all other trigonometric ratios of angle A in terms of CK. അപ്പോൾ സി കെയിൽ എല്ലാ റേഷ്യോയും എഴുതാനാണ് പറയണം. നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? സി കെ. ഈ സി കെ എന്ന് പറയുന്നത് മറ്റേ, അതായത് സി കെ ഇൻ ടേംസ് ഓഫ് അനദർ റേഷ്യോ ഏറ്റവും ടഫായിട്ടുള്ള ഒരെണ്ണം ഞാൻ എഴുതാം, 1/cos A. കണ്ട, മറ്റൊരു റേഷ്യോയിൽ എഴുതി. അതുപോലെ സൈൻ എയിൽ എഴുതണം സി കെ. ആരാ പറഞ്ഞു തരിക എനിക്ക്? ഹൗ ഡു വി റെപ്രസെൻറ്റ് ദി സി കെ ഇൻ ടേംസ് ഓഫ് സൈൻ എ? വാട്ട് ഈസ് സി കെ? ഒരെണ്ണം ഞാൻ എഴുതി. അതുപോലെ സി കെ 1+tan². ഓക്കെ, ഗുഡ്. ഞാൻ സൈനെയാണ് ചോദിച്ചത്. 1+tan². ഓക്കെ, അത് ഇൻ ടേംസ് ഓഫ് ടാനിലായി, കോസിലായി. ഇനി സൈനിൽ എഴുതണം എനിക്ക്. എങ്കിൽ എന്താ നിങ്ങൾ മിണ്ടാത്തെ? ഒന്ന് ആലോചിച്ച് നോക്ക്. കോസയെ നമുക്ക് സൈനിൽ മാറ്റിക്കൂടെ? വാട്ട് ഈസ് കോസ് എ ഇൻ ടേംസ് ഓഫ് സൈൻ എ? വാട്ട് ഈസ് കോസ് എ? 1 - sin A. 1 - sin A ആണോ? നിങ്ങൾ പഠിച്ചില്ലേ? ഐഡൻറ്റിറ്റി പഠിച്ചേ പറ്റുള്ളൂ. ഞാൻ ഐഡൻറ്റിറ്റിയുടെ ബേസിക് എന്നുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ ഞാൻ നിങ്ങൾ ഇത് ചെയ്യേണ്ടി വരും. അത് ഞാൻ മാറ്റത്തില്ല. വാട്ട് ഈസ് കോസ് എ? 1/CK. മോളെ, ഇൻ ടേംസ് ഓഫ് സൈൻ എ ആണ് ഞാൻ ചോദിക്കുന്നത്. ഇൻ ടേംസ് ഓഫ് സൈൻ എ, കോസ് എ. Root of sin 1 A is equals sin. to 1 minus cos square A. 1 - sin² A. See, we represented this cos A in terms of sin A here. So instead of cos A, why can't you put this expression? So ഇത് in terms of sin A ആവൂലേ? Root of 1 - sin² A. See, we represented what the CK in terms of sin A here now. ശരിയല്ലേ? ഇതിനകത്ത് വേറെ ഏതെങ്കിലും ഒരു റേഷ്യോ ഉണ്ടോ? ഉണ്ടോടെ? ഉണ്ടോ? ഉണ്ടോ? ഉണ്ടോടെ? എന്താ കുട്ടികളെ മിണ്ടാത്തേ? Yes sir. ഏതാ? അപ്പം അവർ പറഞ്ഞിരിക്കുന്നത് എന്താ? റൈറ്റ് ഓൾ ദ അതർ ട്രിഗണോമെട്രിക് റേഷ്യോസ് ഓഫ് ആംഗിൾ എ ഇൻ ടേംസ് ഓഫ് സി കെ. ഓ, അതർ ട്രിഗണോമെട്രിക് റേഷ്യോസ് ഇൻ ടേംസ് ഓഫ് സി കെ ആണ് ചോദിച്ചത് കേട്ടോ. ഞാനിപ്പോൾ എഴുതിയത് തിരിഞ്ഞുപോയി അല്ലേ? ഇപ്പം സൈനെ എങ്ങനെ സി കെയിൽ എഴുതാം? സൈൻ എ ഇസ് ഈക്വൽ ടു എങ്ങനെ സി കെയിൽ എഴുതാം? അതാണ് ചോദിച്ചേക്കുന്നത്. റൈറ്റ് ഓൾ അതർ ട്രിഗണോമെട്രിക് റേഷ്യോസ് ഓഫ് ആംഗിൾ എ ഇൻ ടേംസ് ഓഫ് സി കെ. അപ്പൊ ഈ ഒരു മിനിറ്റ് ഇപ്പൊ തൽക്കാലം ഇത് ആദ്യം ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ ചെയ്തതിന് ശേഷം നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഏതായാലും ഇത് തുടങ്ങിയതല്ലേ. അതായത് വി ആർ റെപ്രസെന്റിങ് സി കെ ഇൻ ടേംസ് ഓഫ് അതർ റേഷ്യോസ്. സി കെ മറ്റ് റേഷ്യോസ് ഉപയോഗിച്ചിട്ട് എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പം നമ്മൾ ചെയ്യുന്നത്. നമുക്കിതിനെ ഉൾട്ട ചെയ്യണം. അത് പിന്നെയുള്ള കാര്യമല്ലേ, അതവിടെ ഇരിക്കട്ടെ. ഇത് ആദ്യം ചെയ്തതിന് ശേഷം പോവാം. ഇപ്പോൾ ഏതൊക്കെ റേഷ്യോയിൽ സി കെ റെപ്രസെന്റ് ചെയ്തു? കോസയിൽ റെപ്രസെന്റ് ചെയ്തു, ടാനയിൽ റെപ്രസെന്റ് ചെയ്തു, സൈനയിൽ റെപ്രസെന്റ് ചെയ്തു. ഇനി ഏതൊക്കെയുണ്ട്? കൊസിക്കയിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? ശ്രദ്ധിക്കുക, പ്ലീസ് ഡോണ്ട് യൂസ് ദിസ് വൺ. സി കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കൊസീക്ക് 90 - A. അത് വേണ്ട. അത് വേണ്ടെന്ന് പറയാൻ കാര്യം, നമുക്ക് ഇൻ ടേംസ് ഓഫ് എ തന്നെ റെപ്രസെന്റ് ചെയ്യണമെന്നാണ് ഇവർ പറഞ്ഞേക്കണേ. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ അല്ല ഞാൻ ഈ ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് ഇൻ ടേംസ് ഓഫ് സി കെ ആണ് സൈൻ എഴുതാൻ. പകരം നമ്മളിപ്പോൾ ചെയ്യുന്നത് എന്താ? സി കെ ഈസ് റെപ്രസെൻറ്റഡ് ഇൻ ടേംസ് ഓഫ് അതർ റേഷ്യോസ്. എന്നിട്ട് നമുക്ക് തിരിച്ചിതിലേക്ക് വരാം. ഇത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ ഈ എഴുതിയിരിക്കുന്ന മനസ്സിലാവും. ഓക്കെ, അപ്പം ഇത് വേണ്ട. ഇതല്ലാതെ എങ്ങനെ എഴുതാം? നിങ്ങൾ എപ്പോഴും ഈ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ചിന്തിക്കാനുള്ളത്, ഇതിൽ നമുക്ക് കൊസിക്കയിൽ റെപ്രസെന്റ് ചെയ്യണം. അപ്പോൾ കൊസിക്കയുമായിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന റേഷ്യോ ഏതാ ഉള്ളത് ഇതിനകത്ത്? ഇപ്പം എഴുതിയിരിക്കുന്ന റിലേഷൻസിൽ ഏതെങ്കിലും ഉണ്ടോ? സൈനുണ്ട്. അപ്പോൾ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? വി ഹാവ്
CK as what? 1 by root of 1 minus sin square. അല്ലേ? ഈ സൈൻ എ എന്ന് പറയുന്നത് ഡയറക്ട്ലി ലിങ്ക്ഡ് വിത്ത് കൊസീക്ക്. അപ്പോൾ നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 1 by റൂട്ട് ഓഫ് 1 മൈനസ് 1 ബൈ കൊസീക് സ്ക്വയർ. ശരിയല്ലേ? 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 Yes, sir. Which is equal to 1 by root of cosec square A minus 1 the whole divided by cosec square A. ശരിയല്ലേ? Which is equal to 1 by the whole root of, okay, whole root വേണ്ട, because ഡിനോമിനേറ്ററിൻ്റെ cosec square A സ്ക്വയർ റൂട്ട് എടുത്ത cosec A ആവുമല്ലോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, ഇത് റൂട്ട് ഓഫ് cosec square A minus 1 the whole divided by cosec A. ഇത് കൂടെ which is equal to ഇതിൻ്റെ 1 by this. അപ്പോൾ ഇതെന്ത് വരും? ഇതിൻ്റെ റെസിപ്രോക്കൽ എന്താ? What is the reciprocal of this? Cosec A by root cosec square A minus 1. So ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. This CK is purely represented in terms of cosec A here. No other ratio is used. Yes or no? Yes or no? Yes, sir. അപ്പോൾ ഇതൊരു ചിന്തയാണ്. അതായത് സർ ഇനി കോട്ട് ഇനി കോട്ട് വെച്ചിട്ട് ചെയ്യാം. വാ നമുക്ക് കോട്ടിലോട്ട് പോവാം. കോട്ടിന് ഇതാണ്ട നമ്മുടെ സാധനം കിടക്കുകയല്ലേ, കോട്ടുമായിട്ട് ഡയറക്റ്റ്ലി ലിങ്ക്ഡ് ആണ്. ആരാണ്? ടാൻ. അപ്പോൾ നമുക്ക് അതങ്ങടുത്ത് കൊടുത്താൽ മതി, എളുപ്പമാണ്. അപ്പോൾ സി കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ എഴുതിയിരിക്കുന്നത് നമ്മൾ? 1 പ്ലസ് എന്താണ്? ടാൻ സ്ക്വയർ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, 1 പ്ലസ്, ബിക്കോസ് നമുക്ക് വേണ്ടത് ഇൻ ടേംസ് ഓഫ് കോട്ട്. സോ ദിസ് ടാൻ സ്ക്വയർ എ ടു ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആസ് വാസ് 1 ബൈ കോട്ട് സ്ക്വയർ എ. കണ്ടോ? സോ ഇറ്റ് ബിക്കം കോട്ട് സ്ക്വയർ എ, സോറി, cot square A plus 1 the whole divided by cot square A. Bas? നോക്ക്, ആൻസർ ആയി. So here this CK is purely represented in terms of cot A alone. അല്ലേ? cot A മാത്രം വെച്ചിട്ടല്ലേ എഴുതി? Sir, CK root of 1 plus tan square A എന്നല്ലേ? yes. അതെ ഞാൻ മറന്നുപോയി. ഐ ആം സോറി. അപ്പോൾ ഇവിടെ സ്ക്വയർ റൂട്ട് ഉണ്ടേ, വിച്ച് ഈസ് ഈക്വൽ ടു വാട്ട്? കോട്ട് സ്ക്വയർ എ പ്ലസ് 1 ദാറ്റ് ഈസ് അണ്ടർ സ്ക്വയർ റൂട്ട് ഡിവൈഡഡ് ബൈ കോട്ട് എ. അത് ആക്ച്വലി അത് വിട്ടുപോയതാ. സോ ദ ആൻസർ ഈസ് റൂട്ട് ഓഫ് കോട്ട് സ്ക്വയർ എ പ്ലസ് 1 ഡിവൈഡഡ് ബൈ കോട്ട് എ. സോ ഇറ്റ് ഈസ് പ്യുവർലി ഇൻ ടേംസ് ഓഫ് കോട്ട് എ. ശരിയല്ലേ ഡേ? സോ ഹിയർ ഈസ് ഇവിടെ നമ്മൾ എഴുതിയിട്ടില്ല, അതാണ് അങ്ങനെ എഴുതിയത്. റൂട്ട് ഓഫ് 1 പ്ലസ് ടാൻ സ്ക്വയർ ആണ്. കാരണം സീക്ക് സ്ക്വയർ അല്ല ചോദിച്ചേക്കുന്നത്, ഇറ്റ് ഈസ് സി കെ. സി കെ ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് ടാൻ സ്ക്വയർ. ഇനി ഏതെങ്കിലും ഉണ്ടോ റേഷ്യോ? ഉണ്ടോ? എന്നാൽ നിങ്ങൾ തന്നെ എനിക്ക് വേറൊരെണ്ണം എടുത്തേ. നമ്മൾ പിന്നെ സൈനെ ഒരെണ്ണം ആരെങ്കിലും ഒരാൾ പറഞ്ഞു തന്നെ, എല്ലാ റേഷ്യോയിലും. ആരാ പറഞ്ഞുതരാൻ പോകുന്നേ? പറഞ്ഞോ. cos A sin A is equal to 1 by cos A. 1 by cos A. 1 by sec. നിങ്ങൾ എല്ലാവരും എൻ്റെ ഒന്ന് അടി കിട്ടും കേട്ടോ. നിങ്ങളൊന്നും പഠിക്കുന്നില്ല എന്ന് തോന്നുന്നു. 1 by cosec A. പിന്നെ So sin A is equal to root of 1 minus cos square A. ഇതൊക്കെ ഇതാണ് ആദ്യം എപ്പോഴും ഞാൻ ചെയ്യിക്കാറ്. കാരണം ഇത് ചെയ്യിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് എല്ലാ റിലേഷൻസും നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യിക്കുന്നത്. ശരി, അടുത്ത് ഇപ്പം രണ്ട് കൊസിക്കയിലും കോസ് സ്ക്വയറിലും കോസിലും ആയി. sin A is equal to root of 1 minus cos square A. sin A is equal to tan A. ഏതിലേക്ക് റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത്? ടാനിലോട്ടാ. ഓക്കെ. അപ്പം sin A is equal to tan A by root of 1 plus tan square A. എങ്ങനെ കിട്ടി?
കാരണം ഉം. സൈൻ എന്ന് പറയുന്നത് ഉം. റൂട്ട് ഓഫ് 1 മൈനസ് ഉം. അതിനെ ആ വാല്യൂ ഇട്ട് കൊടുത്തപ്പോ ടാനിന്റെ വാല്യൂ ഇട്ട് കൊടുത്തപ്പം 1 മൈനസ് കോസ് സ്ക്വയറിൽ എങ്ങനെയാ വാല്യൂ ഇട്ട് കൊടുക്കുക? അല്ല 1 ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് കോട്ട് സ്ക്വയർ എയില്. മനസ്സിലായില്ല മോളെ, നീ ഏത് പിന്നെ ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറ. നമ്മൾ അങ്ങനെയല്ലേ ചെയ്യുന്നത്. എന്താ നീ ഉദ്ദേശിക്കുന്നത് ഇവിടെ? സാർ 1 പ്ലസ് ടാൻ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീക്ക് സ്ക്വയർ ആണ്. അപ്പൊ സി സ്ക്വയർ എന്ന് പറയുന്നത് 1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ എ അല്ലേ? അപ്പം അങ്ങനെ പറ. അത് അങ്ങനെയാണെങ്കിൽ അത് നമ്മൾ അങ്ങനെ തുടങ്ങാം. അപ്പം നമ്മുടെ ഉദ്ദേശം എന്താ? സൈൻ എന്ന് പറയുന്നത് എന്താ? 1 ബൈ കൊസീക്കിന്റെ ഇത് വെച്ച് ചെയ്യാം. അത് ഞാൻ പറഞ്ഞത്, നമ്മൾ ഏത് റിലേഷൻ എടുക്കുന്ന അവിടെ നിന്ന് തുടങ്ങുന്നത് കൊണ്ടുള്ളൊരു ഉപയോഗം എന്താണെന്നറിയാം. മോൾ പിറകിൽ നിന്നാണ് പറയുന്നത്, ആൻസറിൽ നിന്ന് ക്വസ്റ്റ്യനിലോട്ടാണ് വരുന്നത്. അതിനേക്കാൾ നല്ലത് നമ്മൾ എവിടെ നിന്നാണ് പോകുന്നത് ആ റിലേഷൻ ബേസ് ചെയ്ത് പറയുക. സൈനെ എന്ന് പറയുമ്പോഴത്തേക്ക് ഏത് എടുക്കുന്നു? അപ്പോൾ നീ ഇപ്പോൾ പറഞ്ഞ പോലെ 1 ബൈ കൊസീക്ക് എടുത്തു. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. 1 ബൈ കോസ് കോട്ട് സ്ക്വയർ എ പ്ലസ് 1 ഈസ് ഈക്വൽ ടു കൊസീ സ്ക്വയർ എ. മോളെ ആൻസറിൽ നിന്ന് ഇങ്ങോട്ട് വരണ്ട, നീ ഇവിടെ നിന്ന് പോ. സൈനെ എന്ന് പറയുന്നത് 1 ബൈ കൊസീക്ക് നമ്മുടെ കയ്യിലുണ്ട്. ഈ കൊസീക്കിനെ നമുക്ക് മാറ്റി കൊടുക്കാം. എന്തായിട്ട് മാറ്റി കൊടുക്കാം? നീ പറഞ്ഞ പോലെ റൂട്ട് ഓഫ് എന്താണ് 1 പ്ലസ് കോട്ട് സ്ക്വയർ. അപ്പോൾ ഇത് കോട്ടിലായി. ഇനി ടാനിലാക്കിയാൽ മതി. അപ്പോൾ 1 ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് 1 ബൈ ടാൻ സ്ക്വയർ എ. അപ്പോൾ എന്താ? അത് എപ്പോഴും ഇങ്ങനെ ശീലിക്കുക. നമ്മൾ ഇവിടുന്ന് വരാൻ പോകുമ്പം മേ ബി മെസ്ഡ് വിത്ത് ലോട്ട് ഓഫ് തിങ്സ്. അതിങ്ങനെ കൺഫ്യൂഷൻസ് ഉണ്ടാക്കും. അതിന് ചെയ്യാം. കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ വളരെ പ്രാക്ടീസ്ഡ് ആയി കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് വരാം. പക്ഷെ ഇത് ആദ്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പലർക്കും അത് കൺഫ്യൂസിങ് ആയിരിക്കും. കാരണം അവിടെ എങ്ങനെ വന്നു? 1 ബൈ റൂട്ട് ഓഫ് ടാൻ സ്ക്വയർ എ പ്ലസ് 1 the whole divided by tan square a, which is equal to 1 by square root of 1 plus tan square a. This is ഈ സ്ക്വയർ റൂട്ട് സൈൻ ന്യൂമറേറ്റർ മതി, ഡിനോമിനേറ്റർ എന്തായി? tan a. So what is that? Which is equal to tan a by root of 1 plus tan square a. അപ്പോൾ ഇത് കിട്ടി. ഇനിയുണ്ട്. ഇപ്പം നമ്മൾ ഏതൊക്കെ ആക്കി? കൊസിക്കെ ആക്കി, കോട്ടയാക്കി, ടാനെ ആക്കി, കോസാക്കി, ടാൻ ആക്കി, കൊസീക്ക് ആക്കി. ഇനി കോട്ടും ആയല്ലോ. കോട്ടുമായി. എല്ലാം ആയല്ലേ? 1 2 സീക്ക് ആയില്ല. സീക്ക് എങ്ങനെയാ നമ്മൾ സീക്കിലോട്ട് പോവുക? ടാൻ ഉണ്ടെങ്കിൽ സീക്ക് കിട്ടും. അല്ലെങ്കിൽ വേണ്ട. കോസ് എവിടെ? That is correct. കോസിന്റെ ഡയറക്റ്റ് റിലേഷൻ ആണ് അല്ലേ? root of 1 minus sin a is equal to root of 1 minus cos square. ഡയറക്റ്റ് റിലേഷൻ. അതിപ്പം ഹന പറഞ്ഞ പോലെ നമ്മൾ എപ്പോഴും ആദ്യം നോക്കേണ്ടത് ഡയറക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും പ്രൈമറി റേഷ്യോസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് അടുത്തിലോട്ട് പോവുക. 1 മൈനസ് കോസ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 1 ബൈ സീക്ക് സ്ക്വയർ ആയി. ആൻസർ ആയി. സോ ഇറ്റ് ബിക്കം റൂട്ട് ഓഫ് sec square a minus 1 by square a, which is equal to root of sec square a minus 1 by sec a. Okay, so we represented every ratio in terms of we represented sin a in terms of all the other ratios. ഇത് തിരിച്ചും ചെയ്യാം കേട്ടെ. അടുത്ത ഒരു റേഷ്യോ എടുത്തേ. ലൈക്ക് കോസ് ശരി, ടാൻ. എന്നാൽ ടാൻ എടുക്കാം. ടാനെ പറഞ്ഞേ. ഏറ്റവും എളുപ്പം ഇതിന്റെ ഏറ്റവും അടുത്ത ആളാരാ? 1 ബൈ കോട്ട്. അപ്പൊ കോട്ടിൽ റെപ്രസെന്റ് ചെയ്ത്. പിന്നെ അതുപോലെ തന്നെ സീക്കും എളുപ്പമാണ്. 1 പ്ലസ് root of sec square a minus 1 അല്ലേ? root of sec square a minus 1. Okay. Then
അപ്പോൾ ഇതിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം 1/cot A. നമുക്ക് വേറൊരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ, sec square അവിടെ വാല്യൂ മാറ്റി കൊടുത്തിട്ട് ഏത് കൊടുക്കാം? അല്ല, ഇവിടെ നമുക്ക് tan A എന്ന് പറയുന്നത് sin A/cos A എന്നുള്ള റിലേഷൻ ഇല്ലേ? എന്നിട്ട് ഈ cos Aക്ക് പകരം എന്ത് കൊടുക്കാം? sin A കൊടുക്കാം. അപ്പോൾ എന്ത് വരും? sin A by root of 1 minus sin square A. ഇനി അതുപോലെ തന്നെ cos A മാറ്റിയിട്ട് കൊടുത്താൽ മതി ഇതിൽ തന്നെ. അപ്പോൾ എന്ത് വരും? റൂട്ട് ഓഫ് 1 minus cos square A by എന്താണ്? cos A. സോ സി കോസിലായി, സൈനിലായി, സീക്കിലായി, കോട്ടിലായി. ഇനി ഏത് കൂടെ മതി? കൊസീക്ക്. കൊസീക്ക് ഇവിടെ നിന്ന് നമുക്ക് പോവാം, കോട്ടിൽ നിന്ന് പോവാം. കാരണം കോട്ടും കൊസീക്കും കണക്റ്റഡ് ആണ് അല്ലേ? എന്താണ്? cot square A is equal to cosec square A minus 1. അപ്പോൾ റൂട്ട് ഓഫ് cosec square A minus 1 അല്ലേ? സ്ക്വയർ റൂട്ട് വേണ്ടേ? കോട്ടയല്ലേ? അപ്പോൾ എല്ലാം ആയില്ലേ? എല്ലാം റിലേറ്റഡ് ആയില്ലേ? അപ്പോൾ ഇത് മനസ്സിലായോ ഈ റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുന്നത്? ഇത് നമുക്ക് തിരിച്ചും കൂടെ ഒന്ന് ചിന്തിക്കുക. ഇപ്പം നമ്മൾ എന്താ ചെയ്തത്? വി റെപ്രസെൻറ്റഡ് ഈച്ച് ആൻഡ് എവരി റേഷ്യോ വിത്ത് റെസ്പെക്ട് ടു ദ അതർ റേഷ്യോസ്. ഇനി നമുക്ക് ഏത് റേഷ്യോ എടുത്തിട്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു റേഷ്യോ കോസ എടുത്തു, അത് ഇൻ ടേംസ് ഓഫ് സൈനെ ആക്കണം. അടുത്ത ടാനെ എടുത്തു, അതും ഇൻ ടേംസ് ഓഫ് സൈനെ ആക്കണം. അങ്ങനെ ചിന്തിച്ചാലോ? അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കിയാലോ? അതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇൻ ടേംസ് ഓഫ് സൈനെ ആണ് നമ്മൾ എല്ലാ റേഷ്യോസും. അപ്പോൾ ആദ്യം കോസെ തന്നെ എടുക്കാം. ഹൗ ഡു വി റെപ്രസെന്റ് കോസ ഇൻ ടേംസ് ഓഫ് സൈനെ? ദാറ്റ്സ് എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. വെരി ഗുഡ്. 1 minus square. അടുത്തത് ഇൻ ടേംസ് ഓഫ് അടുത്ത ഏത് ഐഡന്റിറ്റിയിലോട്ട് പോവാം? ടാനിലോട്ട് എങ്ങനെ ചെയ്യാം? sin A by cos A യുടെ cos A ക്ക് വാല്യൂ മാറ്റി കൊടുക്കുക. sin A by cos A root of 1 minus sin square. sin A by കണ്ടാ, ഇപ്പൊ നിങ്ങൾക്ക് തന്നെ മനസ്സിലായി തുടങ്ങി 1 minus cos square A. ഇതായത് ഈ ഐഡന്റിറ്റീസ് മനസ്സിലേക്ക് വരണം, അതാണ് പ്രധാനം. അപ്പോൾ ഇൻ ടേംസ് ഓഫ് 1 minus sin square അല്ലേ? 1 minus sin square. അടുത്തത് ഇപ്പോൾ സൈനെ അതായത് എല്ലാം സൈനാണ്. ഇപ്പോൾ കോസെ കോസെ തന്നെ ഒരുപാട് പ്രാവശ്യം എഴുതാനല്ലല്ലോ പറഞ്ഞ്. കോസെ കഴിഞ്ഞാൽ അടുത്ത ഏതാ? ടാനയാണ് ഞാൻ എഴുതാം. ഓക്കെ ടാനയാണ് സൈനെ ബൈ കോസെ. ഞാനത് മാറ്റുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു സൈനെ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 minus square sin square. ഓക്കെ. അപ്പോൾ ടാനയായി, കോസയായി. ഇനി അടുത്ത ഏതാ? കോട്ടെ അല്ലേ? കോട്ടെ നമുക്ക് വളരെ എളുപ്പം എഴുതാം. 1/tan അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 minus sin A. അടുത്ത ഏതാ? അതുപോലെ തന്നെ കോസയുടെ. വെരി ഗുഡ്. അത് എളുപ്പമാണ്. 1/root of 1 minus sin square. 1/root of 1 minus sin square. അടുത്തതോ? കൊസീക്ക് എങ്ങനെ എഴുതും? 1/sin A. 1/sin A. നോക്ക്, ഇപ്പം നമ്മൾ വി റെപ്രസെൻറ്റഡ് ഓൾ ദി ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ഇൻ ടേംസ് ഓഫ് സൈൻ എ അല്ലേ? ഇതെല്ലാം ഇത് ഇത്ര മനോഹരമായിട്ട് നമുക്ക് എഴുതാൻ പറ്റി എന്നുള്ളതാണ്. കാരണം എന്താ? ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ റേഷ്യോസ് എല്ലാം ഇൻ്റർ കണക്റ്റഡ് ആണ്. അതിന് റീസൺ ഉണ്ട്. എന്തായിരിക്കും അതിന് റീസൺ? പറയാവോ? ഇതെല്ലാം ശരിക്കും ഇന്റർ കണക്റ്റഡ് ആണ്, അല്ല റേഷ്യോസ് വെച്ചല്ല തന്നെ. അത് എന്തുകൊണ്ടെന്നാ എൻ്റെ ചോദ്യം. എന്തുകൊണ്ടാണ് അത് ഇന്റർ കണക്റ്റഡ് ആവാൻ കാര്യം? ഒരേ ആംഗിളിന്റെ ഒരു ട്രയാങ്കിളിന്റെ തന്നെ ഡിഫറൻറ്റ് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ പറയാൻ പറ്റാത്തതായിരിക്കും. നിങ്ങളൊരു റൈറ്റ് ട്രയാങ്കിൾ എടുത്തോ. അതാണ് ഈ റൈറ്റ് ട്രയാങ്കിളിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. റൈറ്റ് ട്രയാങ്കിളിനെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ ഏത് ടാന ആവട്ടെ കോസ ഇതെല്ലാം എടുക്കുന്നത് ഏതെങ്കിലും രണ്ട് സൈഡിൻ്റെ റേഷ്യോ ആയിരിക്കും അല്ലേ? ഈ മൂന്നാമത്തെ സൈഡ് എന്ന് പറയുന്നത് പ്യുവർലി ഡിപ്പെൻഡിങ് ഓൺ ദീസ് ടു സൈഡ്. യെസ് ഓർ നോ? ആണോ അല്ലയോ?
ട്രയാങ്കിളിലെ ഒരു സൈഡ് എന്ന് പറയുന്നത് ബാക്കി രണ്ട് സൈഡുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അതുപോലെ ട്രയാങ്കിളിന്റെ റേഷ്യോസും കണക്റ്റഡ് ആയിരിക്കും. അല്ല, റൈറ്റ് ട്രയാങ്കിളിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ രണ്ട് സൈഡിൽ നിന്നുമാണ് മൂന്നാമത്തെ സൈഡ് തന്നെ കിട്ടുന്നത്. ശരിയല്ലേ? ഇവിടെ സ്ക്വയർ ഓഫ് ദി സം ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് ദീസ് ടു സൈഡ്സ് ഇസ് ഈക്വൽ ടു തേർഡ് സൈഡ്, ഈ സൈഡ്. അപ്പോൾ ഉറപ്പായിട്ടും ഈ രണ്ട് സൈഡിനും ഉണ്ടാകുന്ന വ്യത്യാസങ്ങളെല്ലാം തന്നെ ഏതിനും ബാധകമായിട്ട് വരും? ഈ തേർഡ് സൈഡിനും ബാധകമായിട്ട് വരും. അപ്പോൾ അതുകൊണ്ടാണ് ഈ മൂന്ന് സൈഡ് ഉപയോഗിച്ചിട്ടാണല്ലോ ഈ റേഷ്യോസ് എല്ലാം ഡിഫൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവ കണക്റ്റഡ് ആയിരിക്കും. കാരണം ക്ലിയർലി ഇൻ്റർഡിപ്പെൻഡൻ്റ് ആണ്, ദേ ആർ ക്ലിയർലി കണക്റ്റഡ് വിത്ത് ദ അതർ സൈഡ്സ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനും പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ അവർ ചോദിച്ചിരിക്കുന്നത് ഇൻ ടേംസ് ഓഫ് സി കെയിൽ എഴുതാനാണ്. ഇൻ ടേംസ് ഓഫ് സി കെ ഒന്ന് പറഞ്ഞേ. സി കെയിൽ ഇവിടെ നിങ്ങൾ ക്ലാസ്സിൻ്റെ ടൈം എത്ര മണി വരെയാണ്? 12:15. 12:15 Yes, sir. ഓ പെട്ടെന്ന് പറഞ്ഞിട്ട് പോവാം. ഇൻ ടേംസ് ഓഫ് സി കെ, അതായത് ക്വസ്റ്റ്യൻ അല്ലേ സർ? ക്വസ്റ്റ്യൻ ആണ്. ഇൻ ടേംസ് ഓഫ് സി കെയിൽ എഴുതാൻ പറഞ്ഞു. ഏത് റേഷ്യോ എടുത്തു കഴിഞ്ഞാലും അതർ ദാൻ സി കെ ബാക്കി എല്ലാ റേഷ്യോസും ഇൻ ടേംസ് ഓഫ് സി കെയിൽ എഴുതണം. അപ്പൊ സൈനെ ആദ്യം കോസ് എഴുതാം, നമുക്ക് എളുപ്പം അതല്ലേ. കോസ് is equal to 1 by sec is equal to 1 by cos. ഇങ്ങനെ ബിക്കോസ് കോസ് ഇൻ ടേംസ് ഓഫ് സി കെ ആണ് നമ്മൾ എഴുതിയത്. അടുത്തത് അടുത്ത ഏതാ? tan a equal to വെരി ഗുഡ്. റൂട്ട് ഓഫ് sec square a minus 1. വെരി ഗുഡ്. സി സ്ക്വയർ എ മൈനസ് 1. ദെൻ cot a equal to 1 by root of sec square a. വെരി ഗുഡ്. കോട്ട് എ ഈസ് ഈക്വൽ ടു 1 ബൈ ടാൻ എ നമുക്കറിയാം. അപ്പോൾ അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 1 ബൈ റൂട്ട് ഓഫ് സീക്ക് സ്ക്വയർ എ മൈനസ് 1. ഇപ്പം കോസ് എ ടാൻ എ കോട്ടെ ആയി. ഇനി ഏതൊക്കെയാണ് ഉള്ളത്? സൈനുണ്ട്. വാട്ട് ഈസ് സൈൻ എ? റൂട്ട് ഓഫ് സീക്ക് സ്ക്വയർ എ മൈനസ് 1 by sec. റൂട്ട് ഓഫ് സീക്ക് സ്ക്വയർ എ. അല്ല, അത് എങ്ങനെയാ നമ്മൾ അതിലേക്ക് എത്തിയെന്ന് പറ. കോസ് എന്ന് പറയുന്നത് 1 by sec ആണ്. സൈനെ എങ്ങനെ സി കെ ആയിട്ട് കണക്ട് ചെയ്യാം? എന്താടേ പറയാൻ പറ്റില്ലേ? സൈൻ എന്ന് പറയുന്നത് ഇപ്പൊ ഇതിൽ നോക്കിയിട്ട് തന്നെ പറ. ഇതിന്റെ ഇൻവേഴ്സ് എന്താ? സൈൻ എന്ന് പറയുന്നത് 1 by cosec. Then what is cosec? അല്ല, ഞാൻ വെറുതെ പറയാ. 1 by cosec മീൻസ് റൂട്ട് ഓഫ് 1 plus cot square a. ശരിയല്ലേ? But you know what is cot square a in terms of c square a. അതങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ? അതങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ? എന്താണ് കോട്ട് സ്ക്വയർ? കോട്ട എന്ന് പറയുന്നത് 1 by റൂട്ട് ഓഫ് 1 plus sec square അല്ലെ, sec square a minus 1. അപ്പോൾ എന്ത് വരും? 1 by റൂട്ട് ഓഫ് 1 plus കോട്ട് എ ആണ് 1 by റൂട്ട് ഓഫ് സി സ്ക്വയർ എ മൈനസ് 1. അപ്പോൾ ഇതെന്ത് വരും? 1 by sec square a minus 1. ശരിയല്ലേ? ശരിയല്ലേടേ? ശരിയാണോ? Because the square of cot a എന്ന് പറയുന്നത് root of 1 by root of c square a minus 1. So since here it is cot square a, the square of this, then the square root sign പോവും. പോയിട്ട് എന്താ പോവും? ഇതിങ്ങനെ കിട്ടും. So what is this? Which is equal to 1 by root of sec square a minus 1 plus 1 the whole divided by root of sec square a minus 1. ശരിയല്ലേ? LCM എടുത്തത്. സോ ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ ഇതെന്ത് വരും? റൂട്ട് ഓഫ് സീക്ക് സ്ക്വയർ എ മൈനസ് 1
the whole divided by minus 1 plus 1 cancel, so it become root of sec square a minus 1. Sec square a, which is equal to root of sec square a minus 1 by ck. വേറെ മെത്തേഡ് ഉണ്ടാവും, വേറെ രീതിയിലും കണ്ടുപിടിക്കാൻ പറ്റും, ചിലപ്പോൾ ഇതിനേക്കാൾ എളുപ്പമായിട്ട് കിട്ടും. കണ്ടുപിടിച്ച മനസ്സിലായോ? അവിടെ മെത്തേഡ് സെയിം ആണ്, ബട്ട് only the algebraic conditions were applied here. ഇതൊരു അരിത്തമാറ്റിക് കണ്ടീഷനാണ്, അല്ലെങ്കിൽ ആൾജിബ്രൈക് കണ്ടീഷൻ, ഇതൊരു എക്സ്പ്രഷൻ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. ബിക്കോസ് സൈൻ എ എന്ന് പറയുന്നത് 1 cosec ആണ്. സോ 1 cosec ആണെങ്കിൽ നമുക്കറിയാം കൊസീക്ക്, ഇത് ശരിക്കും പറഞ്ഞാൽ കൊസീക്കയിൽ ആദ്യം റെപ്രസെൻറ്റ് ചെയ്താൽ മതി. കൊസീക്കെ കണ്ടുപിടിച്ച് എന്നിട്ട് അതിനെ സൈൻ ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്താലും മതി, എങ്ങനെ വേണം ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ 1 വരൂലായിരുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ എന്നാലും ഇത് കാര്യമൊന്നുമില്ല. ആ യെസ് ഓർ നോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോടെ? ഹലോ ഹലോ. ആ ശരി, ഓക്കെ. അപ്പോൾ ഇന്ന് നിങ്ങൾ ഈ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊന്ന് നന്നായിട്ട് നോക്കിയിട്ട് വരിക. പിന്നെ അടുത്ത ക്ലാസ് എന്ന് പറയുന്നത് നമുക്ക് നഷ്ടമാണ്. ഈ പറഞ്ഞ പോലെ എന്താ നമ്മുടെ കുറേ ടൈം നഷ്ടപ്പെടുന്നുണ്ട്. ഓക്കെ, ഓക്കേടെ, നിങ്ങൾ ലീവ് ചെയ്തോ. ഓക്കെ, പറഞ്ഞതൊക്കെ ഓർമ്മ ഉണ്ടാവണേ.